ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ഓവണോ അതുപോലെ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഒരു മുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുണ്ട്, അതുകൊണ്ട് ഒരെണ്ണം മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കോഫി ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ചെറിയൊരു ചൂടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട പഞ്ചസാര ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പോളം റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു കോഫി മിക്സ് ആക്കിയതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊരു ചായപാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായപാത്രത്തിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഒന്ന് നമ്മൾ പുരട്ടി കൊടുക്കണം. അതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ അടിയിൽ ഒരു പത്തിരിക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ളതാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാത്രം വെച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മൂടി ഞാനിതാ ഇവിടെ ഒരു കവർ ചെയ്ത് മൊത്തം ആ ഒരു ഹോളുണ്ട് ചെറിയ, ഈ ഒരു ഹോളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കിട്ടും. നല്ല ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗം എന്നുള്ളത്. അപ്പോൾ മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ആർക്കും തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കോഫി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ഒരു കോഫി ഫ്ലേവറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്